നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി ജപ്പാനിൽ, ലക്ഷ്യം അമേരിക്കയുടെ പിഴച്ചുങ്കത്തെ നേരിടൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 7 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ ജപ്പാൻ സന്ദർശനമാണിത്. 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സന്ദർശനം. ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയിലുൾപ്പെടെ ഒന്നിലധികം മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ച. അമേരിക്കയുടെ പിഴച്ചുങ്കത്തെ നേരിടുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇന്ത്യ ജപ്പാനുമായുള്ള സൗഹൃദം കൂടുതൽ ദൃഢമാക്കുന്നത്. നടക്കാവിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തി. കക്കാടംപൊയിൽ നിന്നാണ് യുവാവിനെ കണ്ടെത്തിയത്. സാമ്പത്തിക ഇടപാടാണ് സംഭവത്തിന് പിന്നിലെന്നാണ് വിവരം. തട്ടിക്കൊണ്ടുപോയവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം നടന്നത്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി റഹീസിനെയാണ് ഇന്നോവ കാറിലെത്തിയ 4 സംഘം തട്ടിക്കൊണ്ടുപോയത്. നടക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള യുവതി വിളിച്ചതിനെ തുടർന്നാണ് യുവാവ് സ്ഥലത്തെത്തിയത്. ഇതിന് പിന്നാലെ ഇന്നോവ കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികളാണ് സംഭവം പോലീസിനെ അറിയിച്ചത്. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. ഇതിൽ നിന്നാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയെന്ന് വ്യക്തമായത്. പോലീസ് എത്തിയപ്പോൾ നായകളെ അഴിച്ചുവിട്ടു. സഹോദരങ്ങൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. MDMAയുമായി സഹോദരങ്ങൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. ഡാൻസ് ഓഫ് സംഘവും പന്തീരാങ്കാവ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. നായകളെ അഴിച്ചുവിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ സാഹസികമായാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 30 ഗ്രാം MDMAയാണ് പ്രതികളിൽ നിന്നും കണ്ടെടുത്തത്. മാനന്തവാടിയിൽ വയോധിക സ്വയം വെട്ടിമരിച്ചു. പയ്യമ്പള്ളിയിൽ പൂവത്തിങ്കൽ മേരിയാണ് മരിച്ചത്. 67 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് സംഭവം. ഭർത്താവ് ചാക്കോ പള്ളിയിൽ പോയി തിരികെ വന്നപ്പോൾ വീടിന്റെ ഇരുവാതിലുകളും പൂട്ടിയിട്ട നിലയിലായിരുന്നു. ഏറെ നേരം വിളിച്ചിട്ട് പ്രതികരണമില്ലാതിരുന്നപ്പോൾ ചാക്കോ അയൽവാസികളെ വിളിച്ച പിൻവാതിലിലൂടെ അകത്ത് കയറിയപ്പോഴാണ് മേരി ഇടത് കൈയും കാലും സ്വയം വെട്ടിമുറിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. രക്തം വാർന്നാണ് മേരി മരിച്ചത്. ഏറെ നാളായ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക ബുദ്ധിമുട്ടുമുള്ള വ്യക്തിയായിരുന്നു മേരിയെന്ന് കുടുംബം പറഞ്ഞു. തിരുവനന്തപുരത്ത് അതീവ സുരക്ഷാ മേഖലയിൽ വ്യാജ ആധാറുമായി ജോലിക്കെത്തിയത് ബംഗ്ലാദേശി. കൈയോടെ പിടികൂടി പോലീസ്. പ്രണവ് റോയ് എന്ന 29കാരനാണ് പേട്ട പോലീസിന്റെ പിടിയിലായത്. ബ്രഹ്മോസ് എയറോസ്പേസിന് സമീപം നിർമ്മാണ പ്രവൃത്തിയുടെ കരാർ എടുത്തയാളുടെ ജോലിക്കൊരാളായി എത്തിയതായിരുന്നു ഇയാൾ. കൂട്ടത്തിലുണ്ടായിരുന്നവർ ഇയാൾ ഇന്ത്യൻ പൗരനല്ലെന്ന് തിരിച്ചറിഞ്ഞ് വിവരം സെക്യൂരിറ്റി ജീവനക്കാരനെയും പിന്നീട് പോലീസിനെയും അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ പക്കൽ നിന്നും ബംഗ്ലാദേശ് പാസ്പോർട്ടും വ്യാജ ഇന്ത്യൻ ആധാർ കാർഡും കണ്ടെത്തി. ഇതിന് പിന്നാലെ ഇയാളെ കസ്റ്റഡിയിലെടുത്തു.